അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ NCERTയിലെ സ്കൂളിൽ പോയി എന്ന കവിതയാണ്. അപ്പോൾ ഈ കവിത സ്കൂളിൽ പോയി മടുത്ത ഒരു കുട്ടിയുടെ ഇമോഷൻസ് പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോയി അവൻ്റെ രാവിലത്തെ പ്രഭാതവും എല്ലാം നഷ്ടപ്പെട്ട് സ്കൂളിൽ പോയി അവൻ ഇങ്ങനെ പറയാണ്. അതിനെ പറ്റിയുള്ളൊരു കവിതയാണ് ഈ പറയുന്നത്. അപ്പോൾ വരികൾ നോക്കാം. ഐ ലവ് ടു റൈസ് ഇൻ എ സമ്മർ മോൺ. ഞാൻ ഒരു ശൈത്യകാലത്തെ മോർണിംഗിൽ എണീക്കാൻ ആഗ്രഹിക്കുന്നു. വെൻ ദ ബേർഡ്സ് സിങ് ഓൺ എവറി ട്രീ. എല്ലാ പക്ഷികളും ഓരോ മരത്തിൽ നിന്ന് പാട്ട് പാടുമ്പോൾ. ദ ഡിസ്റ്റന്റ് ഹൺസ്മാൻ വൈൻസ് ഹിസ് ഹോൺ. ദൂരെയുള്ള വേട്ടക്കാരൻ അവൻ്റെ ഹോൺ മുഴക്കുമ്പോൾ. ആൻഡ് ദ സ്കൈലാർക്ക് പക്ഷികൾ അഥവാ വാനമ്പാടി സിങ്സ് വിത്ത് മീ, എന്നോടൊപ്പം പാട്ട് പാടുമ്പോൾ. ഓ, അതെന്ത് നല്ല കമ്പനിയാണ്, എന്ത് നല്ല ചങ്ങാത്തമാണ്. ബട്ട് ടു ഗോ ടു സ്കൂളിന് സമ്മർ. പക്ഷേ ശൈത്യകാലത്തൊരു സ്കൂൾ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്ന വെച്ചാൽ ഇറ്റ് ഡ്രൈവ്സ് ഓൾ ജോയ് അവേ. അത് എല്ലാ സന്തോഷവും പോക്കുന്നു. അണ്ടർ എ ക്രൂവൽ ഐ ഔട്ട് മോൺ. ഒരു ജീർണിച്ച ക്രൂവലായ ഒരു കണ്ണുകളുടെ അഭീതിയിൽ ഇങ്ങനെ പോകണം. ടീച്ചർമാർ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒലക്ക് പേടിച്ച് ഇങ്ങനെ പോകാമെന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത മടുപ്പാണ്. ദ ലിറ്റിൽ വൺ സ്പെൻഡ് ദ ഡേ. കുട്ടി സ്പെൻഡ് ദ ഡേ. ഞാൻ എന്താക്കുന്നു, ഒരു ദിവസം ഫുള്ള് ചിലവഴിക്കുന്നു. ഇൻ സൈയിങ്, ദുഃഖത്തോടെയും ഡിസ്മേ, ഭീതിയോടെയും. ആകെ ആ ദിവസം തന്നെ ഫുള്ള് പോയി. സ്കൂളിലുള്ള ദിവസം എന്ന് വെച്ചാൽ ഫുള്ള് ഭീതിയും പിന്നെ പരിഭ്രാന്തിയിലൊക്കെയാണ് ഫുള്ളുണ്ടാവുക. ദെൻ അറ്റ് ടൈംസ് ഐ ഡ്രൂപ്പിങ്. ഇങ്ങനെ വളച്ചൊടച്ച് ഞാനങ്ങ് ഇരിക്കും. അവസാനം അങ്ങനെ അങ്ങ് ഇരുന്നോ, ക്ലാസ്സിൽ പോയി ഇരിക്കും. ആൻഡ് സ്പെൻഡ് മെനി ആൻ ആക്സിയസ് ഹവർ. വളരെ ആകാംക്ഷമായ കുറേ മണിക്കൂറുകൾ അവിടെ ഇങ്ങനെ ഇരിക്കും. നോർ ഇൻ മൈ ബുക്ക് ക്യാൻ ഐ ടേക്ക് ഡിലൈറ്റ്. എൻ്റെ ബുക്കും എനിക്ക് ആഹ്ലാദം തരൂല. നോർ സിറ്റ് ഇൻ ദ ലേണിങ്സ് പവർ. ആ പഠിക്കുന്ന അന്തപുരത്തിൽ ഇരുന്നാണ്ട് എന്താവില്ല, എനിക്ക് എൻ്റെ ആഹ്ലാദം കണ്ടെത്താനാവുക. എങ്ങനത്തെയാണ് വോൺ ത്രൂ വിത്ത് ദ ഡ്രിയറി ഷോ. ആ വിരസമായ മഴ കൊണ്ട് ഇങ്ങനെ ഫുള്ള് പോയ ആ അന്തപുരത്തിരുന്നാണ്ടും നമുക്ക് സന്തോഷം എടുക്കാൻ പറ്റൂല. ഹൗ ക്യാൻ ദ ബേർഡ് ദാറ്റ് ഈസ് ബോൺ ഫോർ ജോയ് സിറ്റ് ഇൻ എ കേജ് ആൻഡ് സിങ്. ഒരു ആഹ്ലാദിക്കാൻ വേണ്ടി ജനിക്കപ്പെട്ട ഒരു പക്ഷി എങ്ങനെയാണ് ഒരു കൂട്ടിൽ പാടി ഇങ്ങനെ പാട്ട് പാടാനാവുക? അതിന് പുറത്ത് വിടണം. അതിനെ കൂട്ടിലടിച്ചാൽ അതിന് പാട്ട് പാടാനും ഒന്നിനും സാധിക്കില്ല. അതെല്ലാം തന്നെ ആഹ്ലാദിക്കാൻ വേണ്ടി ജനിക്കപ്പെട്ടതാണ്. ഹൗ ക്യാൻ എ ചൈൽഡ് വെൻ ഫിയേഴ്സ് അനോയ്. ഒരു പേടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ പരിഭ്രാന്തി ഇല്ലാതിരിക്കും. ബട്ട് ഡ്രോപ്പ്. പക്ഷേ വളച്ചു, അതിൽ തന്നെ അത് പോയി വളഞ്ഞു. ഹിസ് ടെൻഡർ. ആ പുതിയ ചിറകിനെ ആദ്യം തന്നെ അങ്ങ് വളച്ചാൻ പോക്കി. ആൻഡ് ഫോർഗറ്റ് ഹിസ് യൂത്ത്ഫുൾ സ്വിങ്. അവൻ്റെ യുവത്വത്തിൻ്റെ ആ വസന്തം അത് മറന്നു. എന്നുവെച്ചാൽ
ഏഹ്, ആ ചെറുപ്പത്തിൽ തന്നെ അവൻ സന്തോഷത്തോടെ നിൽക്കുന്ന കാലത്ത് തന്നെ അവൻ്റെ എന്ത് ചിറക് ഒടിച്ചു കളഞ്ഞ്. പിന്നെ വസന്തകാലത്തെ യുവത്വകാലത്തെ വസന്തമൊന്നും അവനക്കില്ല. അവൻ പരാതി പറയാണ്, ഓ ഫാദർ ആൻഡ് മദർ, അമ്മ അച്ഛനെ, ഇഫ് ബഡ്സ് ആർ നിപ്പിൾ, ആ മുട്ടുള്ള പൂവൊക്കെ ആദ്യം മുട്ടുണ്ടായിട്ടില്ല ഉണ്ടാവുക. അപ്പം ആ മുട്ടിൽ തന്നെ ആ നിപ്പിട് അത് നുള്ളുകയാണെങ്കിൽ, അതിൻ്റെ നുള്ളി പറിക്കുകയാണെങ്കിൽ, അത് അതിനെ റിമൂവ് ആക്കുകയാണെങ്കിൽ, ആൻഡ് ബ്ലോസംസ് ബ്ലോൺ അവേ, പിന്നെ പൂവുകൾ ബ്ലോൺ അവേ, അതൊക്കെ പറന്നു പോവുകയാണെങ്കിൽ, ആൻഡ് ഇഫ് ദ ടെൻഡർ പ്ലാന്റ്സ്, പുതിയ ചെടികൾ ആർ സ്ട്രിപ്പ്ഡ്, അതും റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഓഫ് ദിയർ ജോയ് ഇൻ ദ സ്പ്രിങ് ഡേ, വസന്തകാലത്തെ അവരുടെ ജോയ്, അവരുടെ സന്തോഷമൊക്കെ പോക്കിക്കൊണ്ടിങ്ങനെ അതൊക്കെ അതിനൊക്കെ പറിച്ചു കളയണമെങ്കിൽ അതൊക്കെ എന്തോ ഒരു ഇതാണ്, ഇടങ്ങാറാണ്. അത് കുട്ടി തൻ്റെ അനുഭവം പക്ഷികളും പിന്നെ പ്ലാന്റ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാണ്. ഓഫ് ബൈ സോറോ ആൻഡ് കെയർസ് ഡിസ്മേ, ദുഃഖത്തോടെയും, ഡിസ്മേ എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തി, ആൻഡ് കെയേഴ്സ് ഡിസ്മേ, പരിഭ്രാന്തിയൊക്കെ ഇങ്ങനെ ആയിക്കാണ്ട് വല്ലാത്ത ഇടങ്ങാറാണ്. ഹൗ ഷാൽ ദ സമ്മർ, എങ്ങനെയാണ് ശൈത്യകാലം എറൈസ്, അത് ഉണ്ടാവുക ഇൻ ജോയ്, സന്തോഷത്തിൽ, ഓർ ദ സമ്മർ ഫ്രൂട്ട്സ് അപ്പിയർ, അല്ലെങ്കിൽ ചൂട് കാലത്തെ ഫ്രൂട്ട്സൊക്കെ അപ്പിയർ ആവുക, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുട്ടിക്ക് സ്കൂളിൽ പോലെ വെറും മടുപ്പാണ്. രാവിലത്തെ അങ്ങനെ പക്ഷികളൊക്കെ പാട്ട് പാടുക, നടക്കുന്നതാവും പറ്റൂല, പിന്നെ ഒന്നും പറ്റില്ല. സ്കൂളിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ ബുക്ക് നോക്കി കുത്തിരിക്കണം. ബുക്ക് നോക്കി കുത്തുന്നവർക്ക് സന്തോഷം ഉണ്ടാവില്ല. പിന്നെ ആ അന്തപുരത്തിലിരുന്നാണെങ്കിലോ പഴകിയിട്ട് മഴയൊക്കെ കൊണ്ട് ആകെ പണി തീർന്ന അന്തപുരത്ത് കുത്തിരുന്നവർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. പിന്നെ കുട്ടി തൻ്റെ ഈ ബേർഡ്സിനായിട്ട് ഓനെ കമ്പയർ ചെയ്യാണ്. ബേർഡ്സ് സന്തോഷത്തിന് വേണ്ടി ജനിക്കപ്പെട്ട ബേർഡ്സ് എങ്ങനെയാണ് ഒരു കൂട്ടിലിരുന്നാൽ എങ്ങനെ പാട്ട് പാടാൻ പറ്റുമോ? പിന്നെ അതുപോലെ തന്നെയാണ് ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ ഇളം പുതിയ ചിറകന്നെ അപ്പം തന്നെ അങ്ങ് ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവുമോ? ആൻഡ് ഫോർഗറ്റ് ഹിസ് യൂത്ത്ഫുൾ സ്പ്രിങ്, പിന്നെ അവൻ്റെ യുവത്വത്തിൻ്റെ ആ വസന്തം അതെല്ലാം മറക്കേണ്ടി വരും. ഓ ഫാദർ, പിന്നെ അവന് തൻ്റെ മാതാപിതാക്കളോട് പറയാണ്. പിന്നെ കുട്ടി മാതാപിതാക്കളോട് ഇങ്ങനെ പറയാണ്, പരാതി പറയാണ്, ആ മുട്ടുകളൊക്കെ അതിൽ തന്നെ അങ്ങ് നുള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആൻഡ് ബ്ലോസംസ് ബ്ലോൺ അവേ, ആ പൂക്കളൊക്കെ അതിൽ നിന്ന് പറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ദ ടെൻഡർ പ്ലാന്റ്സ് ആർ സ്ട്രിപ്പ്ഡ്, പിന്നെ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റൂലല്ലോ. അത് പിന്നെ എങ്ങനെയാണ് വസന്തകാലത്ത് ഇങ്ങനെ സന്തോഷിക്കുക? അങ്ങനെയാണ് തന്നെ ആ കുട്ടി പിന്നെ തൻ്റെ കാര്യം പ്ലാന്റ്സിനായിട്ടും പിന്നെ ബേർഡ്സിനായിട്ടൊക്കെ കമ്പയർ ചെയ്യാണ്. ഈ കവിത എഴുതിയേക്കണത് വില്യം ബ്ലേക്ക് എന്നുള്ള ആളാണ്. വലിയ കവിയാണ്. പിന്നെ കുറേ കവിതകളുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. പ്രത്യേകിച്ചുള്ളൂ. ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും.